പാപനാശം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഹിന്ദി ശരിക്കും ഞാനാണ് ചെയ്യേണ്ടത്. ഞാൻ അതിൽ നിന്ന് പിന്മാറിയത് അതുകൊണ്ടാണ്. ആകപ്പാടെ എനിക്ക് അതിനകത്ത് ഞാൻ അതിനകത്ത് എൻജോയ് ചെയ്തൊരു ഏരിയ എന്ന് പറയുന്നത് കമൽ സാറിൻ്റെ ക്യാരക്ടറൈസ്, സ്വയംഭുലിംഗം എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മോൾഡ് ചെയ്ത് വന്നപ്പോൾ അതിനുണ്ടായൊരു വ്യത്യാസമുണ്ട്. ശരിക്കും ദൃശ്യവും പാപനാശവും ഒരു കഥയാണെങ്കിലും അതൊരു 2 സിനിമയാണെന്ന് പറയാം. അതിൻ്റെ 2 വേർഷൻസാണ്. അപ്പോൾ അതിനകത്ത് ആ സ്വയംഭുലിംഗം എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ പല മാനറിസംസ് ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം എനിക്കൊരു ഫ്രഷ് സിനിമയുടെ ഫീലിംഗ് ഉണ്ടായിരുന്നു. അതങ്ങ് മാറ്റി നിർത്തിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ബോറടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ സിനിമയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. കാരണം മാറ്റം വരുത്തിയാൽ ആ കഥ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് റീമേക്ക് എന്നും കുറച്ച് ബോറടിക്കുന്നൊരു ഇതായിട്ട് തന്നെ തോന്നിയത്. പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് കമൽഹാസനായിരുന്നു. കമൽ സാർ എന്ന് പറയുന്നൊരു നടനെ വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഹിന്ദിയിൽ സപ്പോസ് ഇതൊരു അമീർ ഖാൻ വല്ലതും വന്നാൽ ഞാൻ ചാടി വീണാൻ, അത് വേറെ കാര്യം. അപ്പം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ കാരണം അത് ആ വ്യക്തിയിലൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം റീമേക്ക് ഒരു സുഖകരമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ചലഞ്ച് ഉണ്ടെന്നും വേണേൽ പറയാം. കാരണം അതും ഇതുപോലെ ഒരു സെൻസേഷണൽ ഹിറ്റായ ഒരു സിനിമ എടുത്തിട്ട് വേറൊരു ലാംഗ്വേജിലേക്ക് എടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു എഡ്ജ് ഓഫ് ദ അല്ലെങ്കിൽ ഒരു റേസേഴ്സ് എഡ്ജിലുള്ള ഒരു ട്രാവൽ പോലെയാണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ പോയില്ലെങ്കിൽ ചിലപ്പം പെരുദോഷം ഉണ്ടാകാം. പക്ഷെ ഭാഗ്യത്തിന് ഇവിടെ പെരുദോഷത്തെക്കാളേറെ അപ്രീസിയേഷനാണ് കിട്ടിയത്. കാരണം ഒരുപടി മുകളിലേക്ക് കയറി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് ആക്ച്വലി അത് എൻ്റെ മാത്രം കഴിവൊന്നുമല്ല കേട്ടോ. അതിനകത്ത് ജയമോഹൻ എന്ന് പറഞ്ഞ റൈറ്റർ, കൂടെ സുഖ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പിന്നെ കമൽ സാർ ഉണ്ടായിരുന്നു. അവർ എനിക്ക് തന്ന ഫീഡ്ബാക്സ് അവരെനിക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. നാടാർ കമ്മ്യൂണിറ്റിയുടെ ഒരു രീതികൾ ഇങ്ങനെയാണ്. കാരണം എനിക്കറിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കമൽ സാർ എന്നോട് പറഞ്ഞു, ജിത്തു ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ പിന്നെ പടം ഇത്ര സക്സസ് ആണ്, എല്ലാവരും സന്തോഷമായിട്ടിരുന്നപ്പം അദ്ദേഹം ഒരാളോട് പറഞ്ഞു, ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ, ഈ പടം ഇത്രയും സക്സസ്ഫുൾ ആയതിൻ്റെ ഏറ്റവും വലിയ കാര്യം ജിത്തുൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ഞങ്ങൾ പറയുന്നത് അത് മനസ്സിലാക്കുകയും അതേ രീതിയിൽ അതേ രീതിയിൽ അത് ഫോളോ ചെയ്യാനുള്ളൊരു മനസ്ഥിതി ജിത്തു കാണിച്ചു. ചിലരാണെങ്കിൽ അയ്യോ ഇത് പറ്റില്ല, ഇതിങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നൊരു ബലം പിടുത്തം ഉണ്ടാവും. അതുണ്ടായില്ലെന്ന്. കാരണം എനിക്കറിയാൻ മേലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതവരെനിക്ക് ഫീഡ് ചെയ്ത് തന്നപ്പോൾ അതിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്തു. മലയാളത്തിൽ ആക്ച്വലി മമ്മൂക്കയുടെ തന്നെയാണ് ആദ്യം കഥ പറഞ്ഞത്. അത് മമ്മൂക്കയുടെ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് മമ്മൂക്ക 1.5 വർഷം വെയിറ്റ് ചെയ്യണം, അതിലും വേറെ നോക്ക് എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക്, കാരണം അത് കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടനിലേക്ക് ഒരു ആക്സസ് കിട്ടിയത്. ഇവിടെ റീമേക്ക് വന്നപ്പോൾ സുരേഷ് ബാലാജി സാർ എന്നോട് ചോദിച്ചത്, ജിത്തു ഇത് നമുക്ക് തമിഴ് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയാണ് ജിത്തുവിൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് കമൽ സാറോ അല്ലെങ്കിൽ രജനി സാറോ ചെയ്യണം. പക്ഷെ അവർ രണ്ടും ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അവർ രണ്ടുപേരെയും സിനിമ കാണിച്ചു. അപ്പോൾ രണ്ടുപേരും സിനിമ കണ്ടു. രജനി സാറ് കണ്ടിട്ട് രജനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആ തല്ലുന്ന സീക്വൻസൊക്കെ വരുമ്പോൾ എങ്ങനെയാവുന്ന അദ്ദേഹത്തിൻ്റെ ഡൗട്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങളും ആലോചിച്ചു, ശരിയാ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസിൻ്റെ ഒരു രീതി അനുസരിച്ച്. അപ്പോൾ ഈ സൈഡിൽ കമൽ സാറും സിനിമ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ കമൽ സാറ് കണ്ടു, കമൽ സാറ് ഓക്കെയാണ് ചെയ്യാമെന്ന് പറയുകയും ഈ സമയത്ത് രജനി സാറ് അവരുടെ ആരോ പറഞ്ഞു അത് ചെയ്യണമായിരുന്നു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ രജനി സാറ് തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ അന്നേരത്തേക്ക് ഇവിടെ കമൽ സാറിനുമായിട്ട് നമ്മൾ ധാരണയായി. അപ്പോൾ ഞാൻ പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനുഷ്യൻ പലതും പ്ലാൻ ചെയ്യും. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ പലതും പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഞാനൊരു തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ ദൈവം എന്നെ എപ്പോഴും ഒരു കറക്റ്റായിട്ടുള്ള ട്രാക്കിലേക്ക് കൊണ്ട് ഇടാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വഴിതിരിച്ച് കൊണ്ടുപോകാറുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് നമ്മൾ മുന്നോട്ടിറങ്ങി ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പോയി, അപ്പോൾ അത് കറക്റ്റായിട്ട് അതിന് നമുക്ക് ഏറ്റവും ഗുണകരമാകുന്നതെന്ന് ഒരുപക്ഷെ ദൈവത്തിന് തോന്നുന്ന രീതിയിൽ തന്നെ ആക്കിയതാവാം. കാരണം എനിക്കറിയില്ല, ഇപ്പം നാളെ രജനി സാറാണ് ഇത് ചെയ്തെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എനിക്കറിയില്ല. കമൽ സാർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മറ്റേ രജനി സാറിൻ്റെ പോലത്തെ ഒരു ഫാൻസിൻ്റെ ഒരു ഇഷ്യൂ കമൽ സാറിനില്ല. കാരണം കമൽ സാർ എപ്പോഴും മാറ്റി മറിച്ചൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് അപ്പോൾ അത് നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു എന്താ പറയുക, കൂട്ടായ അല്ലെങ്കിൽ ഒരു നമ്മളെല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഹീറോയിൻ്റെ കാര്യത്തിൽ ഒത്തിരി കുറേ ലിസ്റ്റ് നമ്മളെടുത്തു, ഓരോന്നോരോന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് വരുന്ന സമയത്ത് ഒരു
ആദ്യത്തെ 1-2 മീറ്റിംഗ് ഓഫീസിലായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. വീട്ടിൽ വെച്ച് ഞാൻ പെട്ടെന്ന് ഗൗതമിനെ കണ്ടപ്പം പഴയ പോലെ ഇരിക്കുന്നു, നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. പിന്നെ ഈ നാടാർ കമ്മ്യൂണിറ്റിയുടെ ഒരു ക്യാരക്ടറിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ അപ്പിയറൻസ് വൈസും ബാക്കി പല കാര്യം കൊണ്ടും ഗൗതമിയാണ് ആപ്റ്റെന്ന് എനിക്ക് തോന്നി. പക്ഷെ അപ്പോഴും എനിക്കറിയില്ല ഗൗതമിക്ക് പുള്ളിക്കാരി തിരിച്ചു വരാൻ റെഡിയാണ് അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. കാരണം മലയാളത്തിലെ റാണി കുറച്ചുകൂടി എന്താ പറയുക, നോട്ടിയാണ്, കുറച്ചുകൂടി എന്താ പറയുക, ഹസ്ബൻഡുമായിട്ടുള്ളൊരു ജോർജ് കുട്ടിയായിട്ടുള്ള അവരുടെ നോട്ടിനെസ് നമ്മൾ അങ്ങനെ അതിനെ അത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത്. കാരണം അതിൻ്റെ ഒരു ഹ്യൂമറിൻ്റെ ഒരു ആൾക്കാർക്ക് ഇഷ്ടം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. തമിഴ് ഇതിലേക്ക് വന്നപ്പോൾ നമ്മൾ തമിഴിലെ റാണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ മോൾഡ് ചെയ്തത് കുറച്ചുകൂടെ മക്കളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റിലാണ് നിൽക്കുന്നത്. എന്നാൽ ഹസ്ബൻഡിനോട് ഇല്ലെന്നല്ല, അതുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ഒരു സീരിയസ് അമ്മയാണ്. അങ്ങനത്തെ ഒരു ആംഗിളിലാണ് പിടിച്ചത്. അപ്പം തീർച്ചയായിട്ടും അതിന് ഗൗതമി, കാരണം ഗൗതമിക്ക് ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഒരു മച്യൂരിറ്റിയുടെ ഒരു സംഭവമുണ്ട്. മറ്റേ മലയാളത്തിൽ എന്താ റാണിക്ക് ആ മച്യൂരിറ്റി നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു, ചെറിയൊരു നോട്ടിനെസ്സാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആ ക്യാരക്ടറൈസേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പം ഗൗതമി കറക്റ്റാന്ന് തോന്നി. അപ്പോഴും ഗൗതമി അഭിനയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ എന്തോ സംസാരിച്ചു വന്നപ്പോൾ സുരേഷ് ബാലാജി സാർ പറഞ്ഞു ഇങ്ങനെ ആക്ച്വലി ഗൗതമി തിരിച്ചു വരുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കമൽ സാറിനോട് ചോദിച്ചു, സാറേ ഗൗതമി മാം ഇത് ചെയ്യുമോ, റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കമൽ സാർ പറഞ്ഞു എൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിങ്ങൾ ജിത്തു കാസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, എനിക്കത് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് തോന്നി. അപ്പോൾ പിന്നെ എന്തായാലും ഡയറക്റ്റ് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ച പുള്ളിക്കാരത്തിന് അയ്യോ ഞാൻ സിനിമ കണ്ടതാണ്, എനിക്കത് സന്തോഷമേ ഉള്ളൂ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ജിത്തുവിന് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു സജഷനായിട്ട് വന്നതാണ്. പിന്നെ അതിനകത്തൊരു ചെറിയ സ്വാർത്ഥ ഇതുണ്ടെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ മീഡിയക്കാർക്കൂടെ ഒരു അട്രാക്ഷനോടെ ഞാൻ നോക്കി. കാരണം 15 വർഷത്തിന് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിനൊരു ന്യൂസ് വാല്യൂ ഉണ്ട്, മനസ്സിലായോ, അതുകൂടെ ഉണ്ട്. അപ്പം പല ഫാക്ടേഴ്സ്, ഇതതിൻ്റെ ലീസ്റ്റ് ഒരു ആഡഡ് ഇത് മാത്രമേ ഉള്ളൂ.